സുഹൃത്തുക്കളെ, ഈ ജൂലൈ 30 ഉണ്ടായ കേരളത്തെ നടുക്കിയ വയനാട്ടിലെ ദുരന്തം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദുരന്തമാണ്. അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമ്മളൊരു സംഭാഷണമാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രകൃതിയെപ്പറ്റി, പരിസ്ഥിതിയെപ്പറ്റി, ഉരുളുപൊട്ടൽ, അവിടെ വസിക്കുന്ന ആൾക്കാരുടെ ജീവിതം എന്നിവയെപ്പറ്റിയുള്ള ഒരു സംഭാഷണമാണ്. ഈ സംഭാഷണത്തിൽ എന്നോടൊപ്പം ഉള്ളത് പരിസ്ഥിതി പ്രവർത്തകനായ സെലസ്റ്റ്യൻ ജോണാണ്. അദ്ദേഹമായ ഒരു സംഭാഷണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വിമർശനമോ അങ്ങനെ കുറ്റപ്പെടുത്തലോ ഒന്നുമല്ല. സാധാരണ ഇതിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ്റെ വാക്കുകൾ കേൾക്കാനാണ്. നമ്മളൊരു സാമൂഹിക പ്രവർത്തനം നിൽക്കുന്ന ആൾക്കാരുടെ വർത്തമാനങ്ങൾക്കൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഇപ്പോൾ സമൂഹത്തിൽ വയനാട് മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടലോട് ബന്ധപ്പെട്ട് വിദഗ്ധരുടെ അഭിപ്രായം തന്നെ വ്യത്യസ്ത രീതിയിൽ വന്നിട്ടുണ്ട്. ശക്തമായ മഴയാണ് ഈ ഉരുൾപൊട്ടലിന് കാരണമെന്നുള്ള വാദം ഉണ്ട്. അല്ലാത്തൊരു വാദമെന്ന് വെച്ചാൽ ഇത് മനുഷ്യനിർമ്മിതമായ ഉരുൾപൊട്ടലാണ്. മാധവ പറഞ്ഞ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മുൻകാലങ്ങളിൽ തന്നെ പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സാധാരണ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊന്നും അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പരിസ്ഥിതി ശാസ്ത്രം അല്ലെങ്കിൽ പരിസ്ഥിതി രാഷ്ട്രീയം വയ്ക്കാറില്ല. ലോകമൊട്ടാകെയുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും അവിടുത്തെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെല്ലാം പരിസ്ഥിതി രാഷ്ട്രീയം ഉന്നയിച്ച് വയ്ക്കുന്നുണ്ട്. ഒന്നാമത്, ഇനി ലോകം അഭിമുഖീകരിക്കപ്പെടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നം ആഗോളതാപനം തന്നെയാണ്. നമ്മുടെ ഇവിടെ ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമാണ് ഉള്ളത്. ഒത്തിരി സാമൂഹിക പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും ഇതൊക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഈ പരിസ്ഥിതി പ്രവർത്തനം വന്നിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് ചില സംഭാഷണങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സരിസർ, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ വയനാട് ഉണ്ടായ ഉരുൾപൊട്ടലിൽ ബന്ധപ്പെട്ടാണ് മുഖ്യ അഭിപ്രായം വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ഒരു ആദ്യം തന്നെ വന്ന ഒരു എക്സ്പെർട്ട് ഒപ്പീനിയനാണ്, എക്സ്പെർട്ട് അഭിപ്രായമാണ്. അതിതീവ്ര മഴയാണ് ഇതിന് കാരണം. അതായത് ഒരു മാസത്തോളം പെയ്യേണ്ട മഴ ചുരുങ്ങിയ ഒരു ദിവസം കൊണ്ട് പെയ്ത് അനേകം തോതിൽ ഭൂമിയിൽ ആഗിരണം ചെയ്ത് അതിനാണ് ഉരുൾപൊട്ടൽ കാരണമെന്നുള്ള ഒരു വാദം വന്നിട്ടുണ്ട്. പക്ഷേ ഉരുൾപൊട്ടൽ നേരത്തെയും ഈ ഭൂമിയിൽ ഈ പ്രദേശത്തുണ്ട്. മേപ്പാടി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ 984 ഉരുൾപൊട്ടലുണ്ടായി. ഇതേപോലെ ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന് പറഞ്ഞ് ഉണ്ട്. അന്ന് മരണപ്പെട്ടവർ 7-8 പേരാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടതിൻ്റെ യഥാർത്ഥ കണക്ക് ഇതുവരെ വന്നിട്ട് പോലുമില്ല. എന്നാലും 100 കണക്കിന് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ടത് മാത്രമല്ല, വസ്തു എല്ലാം നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഒരു പരിസ്ഥിതി പ്രവർത്തകരായ വിദഗ്ധരുടെ അഭിപ്രായം ഇത് മനുഷ്യനിർമ്മിതമായി പോയ ഉരുൾപൊട്ടലാണെന്ന വാദമുണ്ട്. സാധാരണയിൽ നമുക്ക് ഇവിടെ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. സാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഈ എക്സ്പെർട്ടുകളുടെ വ്യത്യസ്ത അഭിപ്രായം വന്നപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഉരുൾപൊട്ടലുള്ള കാരണങ്ങൾ? ഇപ്പോൾ നാഗേഷ് ഇവിടെ ഉന്നയിച്ച വിഷയം, ഈ പരിസ്ഥിതി ദുരന്തം അത് മനുഷ്യനുണ്ടാക്കിയതാണോ പ്രകൃതി ഉണ്ടാക്കിയതാണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ദുരന്തത്തിൻ്റെ പൊതുവായ ഒരു ഇന്നത്തെ അവസ്ഥ പറയുകയും പിന്നെ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞ് വരേണ്ട ഒരു സംഗതിയാണ്, ഇത് മനുഷ്യ സൃഷ്ടിയാണോ ഈ ദുരന്തം, അതോ പ്രകൃതി മാത്രമാണോ എന്നുള്ള കാര്യം നമുക്ക് ഈ ചർച്ചയിലൂടെ ഉരുത്തിരിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ അതിൻ്റെ പൊതുവായ ഇന്നത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ, ഈ ഉരുൾപൊട്ടൽ ഭീഷണി ഇതൊരു ഭീഷണിയായി തുടങ്ങിയിട്ട് എത്ര നാളായി, അത് നമ്മൾ ആലോചിക്കേണ്ടത്. എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഞാൻ ഇങ്ങനെ ഒരു ഭീഷണിയെക്കുറിച്ച് കേട്ടിട്ടില്ല. 1961 മുതൽ 2009 വരെ ഉള്ള 50 വർഷക്കാലത്തിനിടയ്ക്ക് നടന്നിട്ടുള്ളത് ആകെ 67 ഉരുൾപൊട്ടലുകളാണ്. അതിലൂടെ 257 മരണം സംഭവിച്ചതായിട്ടും പറയുന്നുണ്ട്.
കുഫോസ് നടത്തിയ ഒരു പഠനത്തിൽ, ഒരു വിദേശ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് നടത്തിയ പഠനമാണ്, 2019 നടത്തിയ പഠനത്തിൽ അവർ പറയുന്നത് കേരളത്തിലെ 13% പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് എന്നാണ്. 14.5% പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട് എന്നും ആ പഠനത്തിൽ പറയുന്നുണ്ട്. നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസസ് ആൻഡ് സ്റ്റഡീസിൻ്റെ ഒരു പഠനം പറയുന്നത് 2015 മുതൽ 2022 വരെയുള്ള പീരീഡിൽ, ഏതാണ്ട് 8 വർഷത്തെ ഒരു കാലയളവിൽ ഇന്ത്യയിലാകെ 3782 ഉരുൾപൊട്ടലുകൾ നടന്നിട്ടുണ്ട് എന്നാണ്. അതിൽ 2239 നടന്നത് ഈ കേരളത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി കേരളം മാറിയിരിക്കുക. കേരളത്തിൽ തന്നെ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ളത്. അവിടുത്തെ 74% പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. 2ാം സ്ഥാനം വയനാടിനാണ്. അവിടെ ഏതാണ്ട് 51% പ്രദേശങ്ങളാണ് ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളതായി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നടന്ന ഈ മുണ്ടക്കയിലും ചൂരൽമലയിലുമൊക്കെ ഏതാണ്ട് 400ഓളം ആളുകൾ മരണപ്പെട്ടതായിട്ടാണ് വാർത്തകൾ വരുന്നത്. 200ഓളം പേരെ കാണാതെയും ആയിരിക്കുന്നു. 180-ലധികം എത്രയോ ഒരു കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വമ്പിച്ച ഭീഷണിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് എനിക്കിതിനെക്കുറിച്ച് ആമുഖമായി പറയേണ്ട കാര്യം. 2ാമത്തെ കാര്യം ഇതിൻ്റെ കാരണങ്ങളാണ്. എന്തുകൊണ്ട് കേരളം ഇങ്ങനെ ഉരുൾപൊട്ടൽ ഭീഷണിയിലേക്ക് മാറിയിരിക്കുന്നു? അതിൻ്റെ 1ാമത്തെ കാരണമായി ഞാൻ പറയുന്നത് അതിതീവ്ര മഴയാണ്. എല്ലാ വിദഗ്ധന്മാരും യോജിക്കുന്ന, ആർക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. അതിതീവ്ര മഴ കേരളത്തിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ 2 ദിവസം കൊണ്ട് 550 മില്ലിമീറ്റർ മഴ പെയ്തിരിക്കുന്നു. 2 ദിവസം കൊണ്ട്. അപ്പോൾ 1 മാസം കൊണ്ട് പെയ്യേണ്ട മഴ 2 ദിവസം കൊണ്ട് പെയ്യും. അപ്പോൾ അങ്ങനെ പെയ്തപ്പോൾ ആ മഴയെല്ലാം ഉൾക്കൊള്ളാൻ ആ മലയ്ക്ക് കഴിയാതെ വന്നു, ഉരുൾപൊട്ടൽ സംഭവിച്ചു. അപ്പോൾ ഇത് വെറും മഴയല്ല, മേഘവിസ്ഫോടനമാണ്. ഈ മേഘവിസ്ഫോടനവും കേരളത്തെ സംബന്ധിച്ച് പുതിയ കാര്യമാണ്. പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലങ്ങളിൽ വന്നിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ മേഘവിസ്ഫോടനം. അതിനു മുൻപ് മംഗലാപുരത്തിന് വടക്കോട്ട് മേഘവിസ്ഫോടനങ്ങൾ നടന്നതായി വാർത്തകൾ വന്നിരുന്നു. എന്നാൽ 2019 19 ശേഷമാണ് കേരളത്തിലെ മേഘവിസ്ഫോടനം എന്ന് പറയുന്ന പ്രതിഭാസം വന്നത്. പുത്തുമലയിൽ അന്നവിടെ ദുരന്തമുണ്ടായി 2019. ഈ മേഘവിസ്ഫോടനത്തിന് കാരണം ആഗോളതാപനമാണ്. അറബിക്കടൽ ക്രമാതീതമായി ചൂടുപിടിച്ചിരിക്കുകയാണ്. കണ്ടമാനം നീരാവി അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നു. കൂമ്പാരമേഘങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ കൂമ്പാരമേഘങ്ങളുടെ ഫലമായിട്ടാണ് മേഘവിസ്ഫോടനം ഉണ്ടായതും അവിടെ അതിതീവ്ര മഴ പെയ്യാനിടയായത്. 2ാമത്തെ കാരണമായി പറയാവുന്നത് ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥയാണ്. ഈ മലയുടെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥ എന്ന് പറയുമ്പോൾ ചെങ്കുത്തായ ഒരു സ്ഥിതിയിലാണ് ആ മല ഉള്ളത്. 20 ഡിഗ്രി ചരിവിൽ കൂടുതലാണെങ്കിൽ സൂക്ഷിക്കണം എന്നാണ് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നത്. 20 ഡിഗ്രി, പരമാവധി 22 ഡിഗ്രി. അതിനപ്പുറമായാൽ ആ പ്രദേശം ഉരുൾപൊട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് നമ്മൾ ഭയപ്പെടണം. അതിൻ്റെ മണ്ണ് ബ്ലാക്ക് ലാറ്ററൈറ്റ് വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഈ ബ്ലാക്ക് ലാറ്ററൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരമാവധി വെള്ളം അത് സംഭരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നത് പുറന്തള്ളുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ബ്ലാക്ക് ലാറ്ററൈറ്റ് മണ്ണിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ ചെങ്കുത്തായ ആ മലയുടെ അവസ്ഥയും ബ്ലാക്ക് ലാറ്ററൈറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന മണ്ണും ആണ് ഈ ഒരു അവസ്ഥയുടെ 2ാമത്തെ കാരണം. 3ാമത്തെ കാരണമെന്ന് പറയാവുന്നത് അവിടുത്തെ ഈ മലയുടെ വശങ്ങൾ ഇടിച്ച് റോഡും അതുപോലെ തന്നെ കെട്ടിടങ്ങളുമൊക്കെ പണിതിരിക്കുന്നു എന്നുള്ളതാണ്. കെട്ടിടങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പ്രദേശം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സോൺ 1 വരുന്ന മേഖലയാണ്. അദ്ദേഹം പശ്ചിമഘട്ട മേഖലയെ ആകെ പരിസ്ഥിതി ലോലം എന്നാണ് വിളിച്ചിരിക്കുന്നത്. പശ്ചിമഘട്ട പ്രദേശം 100% പരിസ്ഥിതി ലോലമാണ്. ഈ പരിസ്ഥിതി ലോലമായ പ്രദേശത്ത്
റോഡ് ഉണ്ടാക്കുന്നതിന് നിയന്ത്രണം വേണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനും നിയന്ത്രണം വേണം, പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിയന്ത്രണത്തോടു കൂടി ഇതെല്ലാം ആവാം. എന്നാൽ ഇന്ന് യാതൊരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥയിലാണ് അവിടുത്തെ കെട്ടിടങ്ങളുടെയും റോഡുകളുടെയും അവസ്ഥ എന്ന് നമുക്ക് കാണാൻ കഴിയും. മേപ്പാടി പഞ്ചായത്തിലാണ് ഈ മുണ്ടക്കൈയും ചൂരൽമലയും ഒക്കെ വരുന്നത്. ഈ പഞ്ചായത്തിൽ 2000-ഓളം റിസോർട്ടുകളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി സത്യത്തിൽ. ഒരു പഞ്ചായത്തിനകത്ത് 2000-ഓളം റിസോർട്ടുകൾ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ കൺവീനർ ശ്രീ പി അനിലിനെ അറിയാമല്ലോ. അപ്പോൾ പുള്ളി ഈ കണക്ക് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇവരെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ പുള്ളി പറഞ്ഞത് ടൈംസ് ഓഫ് ഇന്ത്യ വിവരാവകാശ പ്രകാരം ഈ പഞ്ചായത്തിൽ നിന്നെടുത്ത രേഖയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നു 2000-ഓളം. അപ്പം പഞ്ചായത്ത് കൊടുത്ത അനുമതിയോടെ പ്രവർത്തിക്കുന്നത്, പഞ്ചായത്ത് കൊടുത്ത അനുമതിയോടെ ആവണമല്ലോ. അനുമതിയോടെ പ്രവർത്തിക്കാത്തതും കാണുമല്ലോ, അനുമതി ഇല്ലാത്തതും കാണും. അതിനെപ്പറ്റി അറിഞ്ഞൂടെ. പഞ്ചായത്തിൻ്റെ രേഖ എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് അനുമതി കൊടുത്തത് തന്നെ ആവണം. അപ്പോൾ പഞ്ചായത്തിൻ്റെ രേഖ അനുസരിച്ച് 2000-ഓളം റിസോർട്ടുകൾ അവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു ചരിവ് കൂടിയ ഒരു മലയെ സംബന്ധിച്ചിടത്തോളം ഉരുൾപൊട്ടലുണ്ടാവാൻ മുകളിൽ വെയിറ്റ് കൂടുക, താഴെ റോഡിന് വേണ്ടി മണ്ണിടിച്ച് മാറ്റുക. സാമാന്യ യുക്തി വെച്ച് തന്നെ ആലോചിച്ചാൽ മതി, അവിടെ മണ്ണിടിച്ചിലിന് അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന് അതൊരു വലിയ സാധ്യതയാണ്. 2000-ഓളം റിസോർട്ടുകൾ ഒരിടത്ത് പ്രവർത്തിക്കുക, അവരുടെ കൃത്രിമ നീന്തൽ കുളങ്ങൾ, അതുപോലെ തന്നെ ഈ 2000 റിസോർട്ടിലേക്കും പോകാൻ വേണ്ടിയുള്ള റോഡുകൾ. അപ്പോൾ അങ്ങനെ മുകൾ ഭാഗം വെയിറ്റ് കൂടുകയും താഴ്ഭാഗം ഈ റോഡിന് വേണ്ടി ഇടിച്ചു മാറ്റുകയും എന്ന് വരുമ്പോൾ തന്നെ അത് ഉരുൾപൊട്ടലിനുള്ള സാധ്യത ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ 4-മത്തെ കാര്യമായി ഞാൻ കാണുന്നത് വനനശീകരണമാണ്. പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം മരങ്ങൾ മുറിച്ച് ചാലിയാർ പുഴ വഴി കടത്തിക്കൊണ്ടുപോയതായി അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകൻ ശ്രീ രാംദാസ് ഒരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ആ നാട്ടുകാരനാണ്. അപ്പോൾ ചാലിയാർ പുഴ വഴി ഇഷ്ടംപോലെ മരങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. അതിനുശേഷം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അവിടെ വ്യാപകമായി ഏലം കൃഷി, അതുപോലെ തന്നെ തേയില കൃഷി, ഇത് രണ്ടും അവിടെ തുടങ്ങി. അതിനു വേണ്ടിയും ധാരാളം മരങ്ങളെ വഴി മുറിച്ചു മാറ്റി. അപ്പോൾ ഇങ്ങനെ മരങ്ങൾ മുറിച്ചു മാറ്റിയത് ആണ് ഇതിൻ്റെ 4-മത്തെ കാരണമായി ഞാൻ കാണുന്നത് ഉരുൾപൊട്ടലിൽ നിന്ന്. ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് ഉരുൾപൊട്ടലിന് കാരണമാവുന്നത്, മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് ഉരുൾപൊട്ടലിന് കാരണമാണോ എന്നുള്ളത് തീർച്ചയായും അത് അഭിപ്രായ വ്യത്യാസമുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഘടകമാണ്. ചിലർ പറയും ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പോൾ വളരെ അഗാധമായ ഒരു മേൽമണ്ണും അതിൻ്റെ അടിയിലുള്ള പാരുമണ്ണും പിന്നെ അതിൻ്റെ അടിയിലുള്ള കളിമണ്ണ്. ഈ കളിമണ്ണിന് ഉറപ്പില്ല. കളിമണ്ണാണ് മേൽമണ്ണിനെയും കൂടി കളിമണ്ണിൽ വെള്ളം നിറഞ്ഞ് ഫില്ലായി വരുമ്പോഴാണ് മേൽമണ്ണിനെ കൂടി അത് എടുത്തുകൊണ്ട് പോകുന്നത്. എന്നാൽ വൻമരങ്ങൾ ആഴ്ന്നിറങ്ങി ഈ കളിമണ്ണിൻ്റെ ഘട്ടം വരെ ചെല്ലുകയും അതുപോലെ തന്നെ പരസ്പരം മറ്റ് മരങ്ങളെയും പാറയെയും മണ്ണിനെയും എല്ലാം ബന്ധിപ്പിച്ച് നിർത്തുന്നത് വൻ മരങ്ങളാണ്. ഈ മരങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായി അല്ലെങ്കിൽ പ്രധാനമായി ഇതിനെ ഉരുൾപൊട്ടലിനെ ചെറുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. പഞ്ചായത്ത് ഈ റിസോർട്ടിന് അനുമതി കൊടുത്തെന്ന് പറഞ്ഞത്, ഈ 20 ഡിഗ്രി ചരിവുള്ള കുന്നിൻ്റെ ചെരുവിൽ ഈ തീരത്ത് ഈ കെട്ടിടം വയ്ക്കാൻ പാടില്ലെന്നുള്ളത് ഇവിടെ നിയമത്തിൽ വരേണ്ടതല്ലേ? അതെ. അപ്പം ഈ അനുമതി കൊടുത്തെങ്കിൽ അത് നിയമവിരുദ്ധമാവില്ലേ? ഇപ്പം ഇവിടെ കെട്ടിടങ്ങളുടെ വീടുകളുടെ എണ്ണം കൂടിയതും റിസോർട്ടുകൾ കൂടിയതും അവിടെ ആൾ താമസം കൂടിയതുമാണ് മരണകാരണം കൂടുതലാവാനുള്ള കാരണമെന്ന് വ്യക്തമാണ്. അതായത് 84-ലുണ്ടായപ്പോൾ ഇതിനേക്കാൾ വലിയ വെള്ളമുണ്ടല്ലോ, അപ്പോൾ ഇത്രയും വീട് അവിടെ ഇല്ല. അപ്പം ഈ വീട് കൂടിയത് യഥാർത്ഥത്തിൽ അതൊരു നമ്മുടെ ഒരു വീഴ്ചയല്ലേ എന്നാണ്. അവിടെ വീട് വയ്ച്ചത് ഒരു വീഴ്ചയല്ലേ?
തീർച്ചയായും വീട്, റിസോർട്ടുകൾ ഇതിനെല്ലാം പഞ്ചായത്ത് അനുമതി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുമതി കൊടുക്കുമ്പോൾ അവർ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അനുമതി കൊടുക്കുന്നത്. അവർക്ക് കൃത്യമായി ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ അനുസരിച്ച് 20 ഡിഗ്രി ചരിവ് ഉള്ള പ്രദേശങ്ങളിൽ അനുമതി കൊടുക്കാമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ 20 ഡിഗ്രി ചരിവിൽ കൂടുതലുള്ള പ്രദേശങ്ങളിൽ അനുമതി കൊടുക്കാൻ പാടില്ല, നിലവിലെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഭീഷണി. അതുപോലെയാണ് വെള്ളപ്പൊക്ക ഭീഷണിയുള്ള പ്രദേശത്തും അനുമതി കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇന്ന് വ്യാപകമായി അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അനുമതി കൊടുക്കുകയും അവർ നോക്കുന്നത് എന്താണ്? ഓണർഷിപ്പ്, വസ്തുവിൻ്റെ ഉടമസ്ഥൻ ഇദ്ദേഹം തന്നെയാണ്. അതൊരു പ്രധാനമാണ്. അതായത് വസ്തു ഈ പ്രദേശത്ത് ഇപ്പം നേരത്തെ പോലെ തേയിലത്തോട്ടത്തിലോ കാപ്പിത്തോട്ടത്തിലോ കൃഷി ചെയ്യാൻ വന്ന ആൾക്കാർക്ക് അവിടെ ഭൂമി കാണും. അതെ, അവർക്ക് അവിടെ അല്ല വേറെ ഭൂമി കാണില്ല. അതെ, അപ്പോൾ അവർക്ക് അവിടെ അല്ലാതെ എവിടെ വീട് വയ്ക്കാൻ പറ്റും? അതൊരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വീട് വയ്ക്കാൻ സർക്കാർ അവർക്ക് ഭൂമി കൊടുക്കുകയൊക്കെ ചെയ്യണ്ടേ? അതെ. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഭൂവിസ്തൃതി അനുസരിച്ചിട്ടാണെങ്കിൽ ഈ മലയോര മേഖല, ഈ തീരദേശവും ഇടനാടും കഴിഞ്ഞ് ഈ മലയോര മേഖല ഏകദേശം 40% ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ പ്രദേശത്ത് 50 ലക്ഷത്തോളം ജനങ്ങൾ താമസിക്കുന്നതാണ് കണക്ക് പറഞ്ഞത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഈ ജനങ്ങളെ നമ്മൾ, ഇത്തരം ആൾക്കാരെ നമ്മൾ എവിടെ പാർപ്പിക്കും? ഇവരിൽ ഈ പ്രദേശം ഉരുൾപൊട്ടൽ പ്രദേശമുള്ള ദേശത്ത് താമസിക്കുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെ പുനരധിവാസം ചെയ്യും എന്നാണ്. അത് തീർച്ചയായും ഉചിതമായ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. മറുപടി സർക്കാർ കണ്ടെത്തേണ്ടതാണ് എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും. കാരണം നമ്മളെല്ലാം കൂടെ ചേർന്നാണ്. അതെ. ഇപ്പോൾ പുനരധിവാസം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 20 ഡിഗ്രി ചരിവിൽ കൂടുതലുള്ള മലമ്പ്രദേശങ്ങൾ താമസയോഗ്യമല്ല. അതുപോലെ തന്നെ തീരപ്രദേശങ്ങൾ, കടലാക്രമണം രൂക്ഷമായി വരികയാണ്. കടലിൻ്റെ ജലനിരപ്പ് കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന കടൽ ഭിത്തികൾ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ പൊളിഞ്ഞു വീഴും, കടൽ കയറും. അപ്പോൾ അങ്ങനെയുള്ളവരെയും കടലിൻ്റെ തീരപ്രദേശത്ത് നിന്നും ഉള്ളിലോട്ട് മാറ്റി താമസിപ്പിച്ചു. തീരദേശത്തുള്ള ആൾക്കാരും നേരത്തെ പറഞ്ഞ ആഗോളതാപനത്തിൻ്റെ പ്രതിഭാസമായി കടലിൽ വെള്ളം പൊങ്ങുന്നതിൻ്റെ ഭാഗമായി അവിടെ തീരദേശത്തിലെ ആൾക്കാരെയും മാറ്റി താമസിക്കേണ്ട ആവശ്യമുണ്ട്. അതെ. ഈ കേരളം പോലെ, അതായത് കേരളത്തിൻ്റെ വീതി എന്ന് പറഞ്ഞത് 70 മുതൽ 80 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ. നീളമെന്ന് പറഞ്ഞത് 500 കിലോമീറ്ററോളം വരുമോ. ഇപ്പോൾ ചെറിയൊരു സ്ഥാനം, ഒരു കൊതുമ്പ് പോലെ ചെറിയൊരു സ്ഥാനത്ത് ഒരു പ്രദേശത്ത് തീരവും മറുപ്രദേശത്ത് മലയും നിൽക്കുകയാണ്. അപ്പോൾ തീരദേശത്ത് കടൽ പൊങ്ങുന്നതിൻ്റെ ഫലമായി അവിടുന്ന് ആളെ മാറ്റണം. മലപ്രദേശത്ത് ഉരുൾപൊട്ടൽ ഇതുപോലുള്ള പ്രദേശം ഇവിടുന്ന് ആളെ മാറ്റണം. അതെ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പ്രതിസന്ധി നിൽക്കുമ്പോൾ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്, നമ്മൾ ഈ പരിസ്ഥിതി പ്രവർത്തകരെല്ലാം ഈ ഫ്ലാറ്റ് രീതിയോട് വളരെ വിയോജിപ്പ് കാണിക്കാറുണ്ട്. അപ്പം നമ്മൾ ഒത്തിരി ആൾക്കാർ ഒരു ചെറിയ സ്ഥലത്ത് നല്ല സമതല പ്രദേശത്ത് ഒരു ഫ്ലാറ്റ് പോലെ ഉള്ള സ്ഥലങ്ങളല്ലേ ഇതിന് ഉചിതമായി ഇനി വരും കാലങ്ങളിൽ ചിന്തിക്കേണ്ടത് എന്നാണ്. അതായത് ഇടനാട്ടിൽ ഈ താമസിക്കേണ്ട സ്ഥലത്ത് ഒത്തിരി ഫ്ലാറ്റുകൾ വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല എന്ന് മാത്രവുമല്ല, നമ്മുടെ കേരളത്തിൻ്റെ നിലവിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നോക്കുമ്പോൾ അതേ പ്രായോഗികമായിട്ട് ഇനി നാളെ നമുക്ക് അവലംബിക്കാൻ കഴിയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിവ് കൂടിയ മലമ്പ്രദേശങ്ങൾ താമസയോഗ്യമല്ല. തീരപ്രദേശങ്ങൾ കടലാക്രമണ ഭീഷണി രൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ അവിടെ നിന്നും ആളുകളെ ഉള്ളിലോട്ട് മാറ്റേണ്ടതുണ്ട്. അതെ. അപ്പോൾ അവരുടെ ജീവിത മാർഗങ്ങൾ, കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മലമ്പ്രദേശങ്ങളിൽ അവിടുത്തെ കൃഷിയുമായി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഏറെ അകലെയല്ലാത്ത വിധത്തിൽ താമസയോഗ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി ഫ്ലാറ്റുകൾ സ്ഥാപിക്കുക ആണ്. ഈ വിദേശത്തൊക്കെ ഈ മത്സ്യബന്ധനം പ്രധാനപ്പെട്ട വലിയൊരു തൊഴിലാണ് മത്സ്യബന്ധനം. അവിടെ ഈ തീരദേശത്ത് അവരെ താമസിക്കാൻ അനുവദിക്കില്ല ഗവൺമെൻറ് ചെയ്തെന്ന് വെച്ചാൽ അവരെ ഈ സുരക്ഷിത സ്ഥലത്ത് താമസിക്കുകയും ഇവരുടെ തൊഴിൽ മേഖലയ്ക്ക് യഥേഷ്ടം ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഏർപ്പെടുത്താറുണ്ട്. ഇപ്പോൾ നമ്മൾ ജനസംഖ്യ കൂടിയൊരു രാഷ്ട്രമാണ്, ജനസംഖ്യ കൂടിയ രാഷ്ട്രത്തിൽ പരിമിതികളുണ്ട്. എന്നാലും നമുക്ക് ഇത്തരം ഒരു ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ ഒരു രീതിയിൽ, അതായത് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുനഷ്ടം ഉണ്ടാവാതിരിക്കാനും മറ്റുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൂടിയ ആളിനുള്ളിൽ സാധ്യമാകില്ല എന്നാണ് അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ മാനിഫെസ്റ്റോയിൽ, പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഈ സാധനം വയ്ക്കാറില്ല.
ഇപ്പോൾ അമേരിക്ക നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം ആഗോളതാപനമാണ്. അമേരിക്ക ഈ രാഷ്ട്രീയ ചർച്ചയെ ബന്ധപ്പെട്ട് ആഗോളതാപനത്തിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അമേരിക്കയാണ്. വളരെ വികസിത രാഷ്ട്രമാണ് അമേരിക്ക. അത് കഴിഞ്ഞ് ചൈന വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിനെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ട എടുക്കുകയും നമ്മുടെ രാഷ്ട്രീയ മാനിഫെസ്റ്റോയിൽ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഇതൊരു വിഷയമല്ലാതായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതെ, പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രശ്നമല്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ തീർച്ചയായുമുണ്ട്. അതുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവരുടെ പ്രകടന പത്രികയിൽ പല വാഗ്ദാനങ്ങളും നൽകുന്ന കൂട്ടത്തിൽ പരിസ്ഥിതിക്ക് അർഹമായ യാതൊരു പ്രാധാന്യവും അവർ നൽകാത്തത് അതുകൊണ്ടാണ്. അതിന് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പാർട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്കും ആ ഒരു മനോഭാവം, പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് ജീവിച്ചോളാം, നമ്മളതൊന്നും ബാധിക്കില്ല എന്നുള്ള ഒരു ചിന്താഗതി പൊതുവെ ജനത്തിനുമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ പഞ്ചായത്ത് ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും വിവിധ കമ്മിറ്റികൾ കൂടാറുണ്ട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ. അപ്പോൾ അതിൽ നിർബന്ധിതമായി പല പല ഗ്രൂപ്പുകളുണ്ട്. കൃഷിക്ക് ഒരു ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഗ്രാമസഭയിലല്ലേ? ഗ്രാമസഭയിൽ അല്ല, അത് പഞ്ചായത്ത് എല്ലാ വാർഡിലെയും അംഗങ്ങളെ ഒരുമിച്ച് വിളിച്ചു കൂട്ടി വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നടത്താറുണ്ട്. ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ പല പല ഗ്രൂപ്പുകളായി തിരിഞ്ഞിരിക്കും. ഒരു 10-13 ഗ്രൂപ്പ്. റോഡിന് വേണ്ടി പ്രത്യേക ഒരു ഗ്രൂപ്പ്, കൃഷിക്ക് വേണ്ടി വേറൊരു ഗ്രൂപ്പ്, കന്നുകാലി പരിപാലനത്തിന് വേണ്ടി വേറൊരു ഗ്രൂപ്പ്, പരിസ്ഥിതിക്ക് വേണ്ടി വേറൊരു ഗ്രൂപ്പ്. ഈ പരിസ്ഥിതി ഗ്രൂപ്പിൽ ഞാൻ നോക്കുമ്പോൾ ഇരിക്കാൻ ആളില്ല. ജനങ്ങൾ റോഡ് വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടാൻ അവിടെ ഗ്രൂപ്പുണ്ട്, വലിയ ആൾക്കൂട്ടമുണ്ട്. കൃഷിയുടെ ഗ്രൂപ്പിൽ കൃഷിക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞ് വാദിക്കാൻ അവിടെ വലിയ ഒരാൾക്കൂട്ടവും വാദങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. കന്നുകാലി പരിപാലനത്തിനും ആളുണ്ട്. അതേസമയം പരിസ്ഥിതി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ ഇരിക്കാൻ ആളില്ല. അത് ആൾക്കാരുടെ കുഴപ്പമില്ല, നമ്മൾ അവബോധം എന്ന് പറഞ്ഞ സാധനം, അതായത് പരിസ്ഥിതി അവബോധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആഗോളതാപനം ഒരു വലിയൊരു പ്രതിസന്ധിയാണ്. പക്ഷേ ആൾക്കാർക്ക് അതിൻ്റെ ഇഫക്റ്റ് നേരിട്ട് അനുഭവപ്പെടാത്തതുകൊണ്ട് അതൊരു വലിയ, ഇപ്പം നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ വൃത്തിയാക്കുക എന്ന് പറയുന്നത് കത്തിക്കലാണ്, കരിയില അരി കത്തിക്കലാണ്. അപ്പോൾ കത്തിക്കുന്നത് ദോഷമാണെന്നുള്ളൊരു ബോധം ഈ പൊതുജനങ്ങൾക്കില്ല. ഇത് കൊടുക്കേണ്ട ആരാ? ഇവിടെ പരിസ്ഥിതി മന്ത്രാലയമുണ്ട്. ഇവിടെ നമുക്ക് ഒരു സ്ട്രക്ചർ നമുക്കിവിടെ ഉണ്ട്. ഈ ബോധം കൊടുക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ് അത് ചെയ്യേണ്ടത്. ആ പരിസ്ഥിതി ബോധം നമുക്ക് ലഭ്യമല്ല എന്നാണ് എൻ്റെ. നമ്മുടെ പ്ലാസ്റ്റിക്, നമ്മുടെ റോഡിലൂടെ പോകുമ്പോൾ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന രീതിയുണ്ട്. പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പ്ലാസ്റ്റിക് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഇല്ലാത്തതാണ്. കാരണം ഈ പരിസ്ഥിതി അവബോധം അതിൽ നമ്മൾ വളരെയധികം പിന്നോക്കമാണെന്നാണ് ഇതിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. അതെ, പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറയാനുണ്ട്. പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ചപ്പുചവറുകൾ കത്തിക്കുന്നതിൻ്റെ പ്രശ്നം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മൾ ആ വിഷയത്തിൽ നിന്നൊരല്പ വ്യതിചലിച്ച പോലെ എനിക്ക് തോന്നുന്നു. അതായത് ഈ മുണ്ടക്കൈയിലും ചൂരൽമലയിലുമൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ അതിനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ കാരണങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് പരിഹാര മാർഗത്തിലേക്ക് വരികയായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിന് പരിഹാര മാർഗമാണ് നമ്മൾ, അതായത് നമുക്ക് തോന്നുന്നത്, ഇപ്പം ഒത്തിരി ആൾക്കാർ ഇപ്പം ഇതിനു വേണ്ടി സഹായത്തിന് വന്നിട്ടുണ്ട്. അത് നമ്മളെ മാനവിക പക്ഷമാണ്, മനുഷ്യൻ്റെ ഈ കാരുണ്യം മാനവികത പക്ഷത്താണ്. പക്ഷെ സംഭവിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അതെ, സംഭവിച്ചു കഴിയുമ്പം എല്ലാവരും കൂട്ടമായി വന്ന് സഹകരിക്കുന്നു, നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതായത് ഈ മുണ്ടക്കയത്ത് മേപ്പാടി പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിനെ നമുക്ക് മുൻകൂട്ടി കരുതാൻ വേണ്ടി ശാസ്ത്ര സാങ്കേതിക രംഗം ഉപയോഗപ്പെടുത്തിക്കൂടും. രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉരുൾപൊട്ടൽ, ഭൂകമ്പം തുടങ്ങിയ പ്രദേശം മുൻകൂട്ടി കാണാൻ കഴിയുമെന്നുള്ള വാദമുണ്ട്. ഇന്ത്യക്ക് എൻ്റെ സാങ്കേതിക വിദ്യ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മുന്നറിയിപ്പ് നമുക്കിവിടെ ലഭ്യമാകാൻ വരുന്നോ എന്നുള്ള ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ മഴ മുൻകൂട്ടി കാണാൻ കഴിയുന്നുണ്ട്, നീണ്ട കാലത്തെ മുൻകൂട്ടി കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇനി ബദൽ സംവിധാനം ഈ പ്രദേശത്ത് ഇനിയുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശത്തെ ആൾക്കാരെ സ്ഥിരമായി അവിടുന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് സ്ഥിരമായി താമസിപ്പിച്ചുകൊണ്ട് അവരുടെ തൊഴിൽ, ഉപജീവനം എല്ലാം സാധ്യമാണോ? അതിനുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കൊണ്ടുപോകുന്നത് ആലോചിക്കേണ്ട വിഷയമാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഉരുൾപൊട്ടലിൻ്റെ സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കുക.
അത് ജനങ്ങൾക്ക് കൃത്യമായി മുൻകൂട്ടി അറിവ് കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിനു മുൻപ് ഞാനീ പറഞ്ഞ ഉരുൾപൊട്ടലിൻ്റെ കാരണങ്ങളിൽ എനിക്ക് കൂട്ടിച്ചേർക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അഞ്ചാമത് ഞാൻ പറയുന്ന കാരണം, അപ്പോൾ നേരത്തെ കാരണങ്ങളായി നമ്മൾ പറഞ്ഞിരുന്നത്, ഒന്ന് അതിതീവ്ര മഴയാണ്, രണ്ട് അതിൻ്റെ ഈ മലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ്, മൂന്ന് അതിൻ്റെ ചരിവ് ഇടിച്ച് റോഡുണ്ടാക്കൽ, അതിൻ്റെ മുകളിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ കെട്ടിപ്പൊക്കുന്ന റിസോർട്ടുകൾ, പിന്നെ അവിടുത്തെ വന നശീകരണം. ഇത്രയുമാണ് ഞാൻ പറഞ്ഞത്. അഞ്ചാമത്തെ കാര്യമായി ഞാൻ പറയുന്നത് പാറമടകളാണ്. പാറക്വാറികളാണ്. ഇപ്പോഴത്തെ സ്ഫോടനത്തിന് പാറക്വാറികൾ നേരിട്ട് ഉത്തരവാദികളല്ല എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ആ മലയുടെ സമീപത്തുള്ള കവളപ്പാറയിലും പരിസരത്തുമെല്ലാം നിലവിൽ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്, ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ റിപ്പോർട്ട് പശ്ചിമഘട്ടത്തെ ആകെ സെൻസിറ്റീവ് മേഖലയായി അല്ലെങ്കിൽ പരിസ്ഥിതി ദുർബല പ്രദേശമായി കരുതുകയും അതിൻ്റെ സോൺ 1 വരുന്ന പ്രദേശത്ത് യാതൊരുവിധ ഖനനങ്ങളും പാടില്ല എന്ന് വിലക്കുകയും ചെയ്തിരുന്നു. 5 വർഷം കൊണ്ട് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ക്വാറികളും നിർത്തണം. എവിടെ? സോൺ 1. അതീവ ദുർബല പ്രദേശമായ സോൺ 1 ഒരു ക്വാറിയും പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ നിരവധി ക്വാറികൾ സോൺ 1 തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ പാറക്വാറികൾ പലപ്പോഴും നമ്മൾ ജനങ്ങളോട് പറയുമ്പോൾ അവർ പറയുന്നത് ഈ പാറ ഉൽപ്പന്നങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് വീട് വയ്ക്കണ്ടേ, റോഡ് വയ്ക്കണ്ടേ, അപ്പോൾ തീർച്ചയായും ആവശ്യമല്ലേ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ നിരവധി വേദികളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, 2020 നിയമസഭയുടെ പരിസ്ഥിതി കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ശ്രീ മുല്ലക്കര രത്നാകരൻ, അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള നിയമസഭയുടെ പരിസ്ഥിതി സമിതി സർക്കാരിന് ഒരു റിപ്പോർട്ട് കൊടുത്തു. അന്ന് നിലവിൽ 750ഓളം ക്വാറികൾ മാത്രമാണ് എല്ലാവിധ അംഗീകാരങ്ങളും ഉള്ളത്. ബാക്കി ഏതാണ്ട് 7500ഓളം ക്വാറികൾ അനധികൃതം, അതായത് 10% മാത്രം സർക്കാരിൻ്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്നു, ബാക്കിയുള്ളതെല്ലാം അനധികൃതമായി പ്രവർത്തിക്കുന്നു. ഈ പശ്ചിമഘട്ടത്തിലും അതാണ് സ്ഥിതി. പശ്ചിമഘട്ടത്തിൽ തീർച്ചയായിട്ടും അംഗീകാരമുള്ള ക്വാറികൾ കുറച്ചൊക്കെ ഉണ്ട്, ബാക്കി ഈ പറഞ്ഞ പോലെ തന്നെ 10% അംഗീകൃതം, ബാക്കിയെല്ലാം അനധികൃതം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. കർശനമായ നിയമവ്യവസ്ഥകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഏതാണ്ട് 15-16 സർട്ടിഫിക്കറ്റുകൾ ഒരു ക്വാറി ഉടമ നേടണം. പരിസ്ഥിതിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാകാത്ത തരത്തിലുള്ള നിരവധി വ്യവസ്ഥകൾ എഴുതി വച്ചിട്ടാണ് ഓരോ ക്വാറിക്കും പ്രവർത്തനാനുമതി കൊടുക്കുന്നത്. എന്നാൽ അനധികൃത ക്വാറിയെ സംബന്ധിച്ചിടത്തോളം ഈ നിയമങ്ങളൊന്നും അവർ പാലിക്കേണ്ടതില്ല. രാഷ്ട്രീയ പാർട്ടികളെ സൂചിപ്പിച്ചാൽ മാത്രം മതി. രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥലത്തെ ഗുണ്ടകളുടെയും സംരക്ഷണത്തോടു കൂടിയാണ് കേരളത്തിലെ 90% ക്വാറികളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പശ്ചിമഘട്ടത്തിനുണ്ടാക്കുന്ന പരിക്ക് ചില്ലറയല്ല. അപ്പോൾ ഈ നിലവിലെ ഈ രണ്ട് സ്ഫോടനങ്ങളെ രണ്ട് ഉരുൾപൊട്ടലുകളെ സംബന്ധിച്ചിടത്തോളം ക്വാറികളുടെ പങ്ക് പറഞ്ഞിട്ടില്ല. ആ മലയിൽ ഒരു ക്വാറി നേരത്തെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, തൽക്കാലം അത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട്. പക്ഷേ പരിസരത്തുള്ള മറ്റു മലകളിൽ അവർ പ്രവർത്തിക്കുന്നു. പറയട്ടെ, ഇത് പശ്ചിമഘട്ട പ്രദേശത്തെ ദുർബലമാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടാവാൻ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ, ഒന്ന് അതിതീവ്ര മഴയും, 2 ഈ പശ്ചിമഘട്ടത്തിൻ്റെ ദുർബലാവസ്ഥയുമാണ്. ഈ ദുർബലാവസ്ഥയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമായി ക്വാറികൾ മാറും. അല്ല, ഈ പല പ്രമുഖ ശാസ്ത്രജ്ഞന്മാരും ഈ കോറി വിഷയത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് കോറിയല്ല ഈ ഉരുൾപൊട്ടലിന് കാരണമാണെന്ന് പല ഈ രംഗത്ത് പോയിരുന്ന ജിയോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കോറികൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾക്ക് ദോഷം വരുത്തുന്നുണ്ട്. ഉരുൾപൊട്ടലിന് കാരണം കോറികളല്ലെന്ന് അവർ പറയുന്നുണ്ട്. അതോടെ നിൽക്കട്ടെ, അത് ചിലപ്പോൾ തർക്ക വിഷയമായിരിക്കും, അത് ചിലപ്പം നിൽക്കട്ടെ. നമുക്ക് ഈ കോറി വിഷയം വന്നപ്പോഴാണ്, കോറി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പാറ ഉൽപ്പാദനത്തിനേക്കാളും പൊടിച്ച് ഉപയോഗിക്കുന്ന എംസ്റ്റാൻഡ് പോലുള്ള സാധനങ്ങളാണ്. നമ്മളെ നദികളിൽ
മണലൂറ്റാൻ പാടില്ല എന്നാണ് സർക്കാർ തീരുമാനവും പരിസ്ഥിതിവാദ അഭിപ്രായം. പക്ഷേ അതിന് വേറൊരു വാദമുണ്ട്. വെള്ളപ്പൊക്കം വന്നപ്പോൾ നമുക്ക് 2018 2010 വെള്ളപ്പൊക്കം വന്നപ്പോൾ നദികളിൽ മണൽ ഊറ്റിയിരുന്നു എങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിന് തോത് കുറയുമായിരുന്നു എന്നുള്ള ശാസ്ത്രീയപരമായുള്ള അഭിപ്രായമുണ്ട്. മണൽ വാരിയിരുന്നു എങ്കിൽ പാറ പൊട്ടിക്കലിൻ്റെ അളവ് കുറയുമെന്നുള്ള ചില ശാസ്ത്രീയമായ കണക്കുകളും പറയുന്നുണ്ട്. അതായത് എംസ്റ്റാൻഡിൻ്റെ ഉപയോഗം ഇല്ലാതെ തന്നെ ഈ പുഴയിലെ മണൽ ഉപയോഗിച്ച് നമുക്ക് പ്ലാസ്റ്ററിങ്ങിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അപ്പം പാറ പൊട്ടിച്ച് എംസ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് ഒരു പ്രകൃതിപരമായ ദോഷമാണ്. മണൽ പുഴയിൽ നിന്ന് ഊറ്റിയാൽ അത് ഒരു പരിധിവരെ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഒരു വാദമുണ്ട്. അത് വലിയ ഒരു കണക്ക് വരെ മണൽ ഊറ്റിയാൽ അത് പ്രകൃതിക്ക് ദോഷമില്ല എന്നും ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. ഇങ്ങനെ ഇത് ഒന്നിക്കുകയാണ്. രണ്ട് നമ്മളെ ഈ പാറ പൊട്ടിക്കൽ എന്ന് വെച്ചാൽ അതിഭീകര ലാഭമാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ സാങ്കേതിക വിദ്യ വെച്ച് ബോംബുകൾ പോലെ പൊട്ടിച്ച് എടുക്കുന്ന സാധനം അവരെ സ്വന്തം ഇഷ്ടപ്രകാരം വില നിശ്ചയിക്കുന്നത്. അതായത് കോറികൾ എല്ലാം സ്വകാര്യ മേഖല, സർക്കാർ മേഖലയിൽ കോറിയില്ല. പണ്ട് കാലത്ത് നമുക്ക് ഈ മദ്യവിൽപ്പന സ്വകാര്യ മേഖലയിലാണ്, സർക്കാരിന് മേൽനോട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതും അതുപോലെയാണ്. ഇപ്പോൾ മദ്യവിൽപ്പന ഉള്ളത് സർക്കാർ മേഖലയിൽ മാത്രമാണ് ഉള്ളത്. അതിൽ നിന്ന് സർക്കാർ ഖജനാവിൽ കിട്ടുന്ന വരുമാനം അറിയാമല്ലോ, അത് ദോഷപരമാണ്. അത് മനുഷ്യൻ ദോഷപരമായ ഒരു പ്രക്രിയയാണ്. ഇതുപോലെ അതിഭീകര ലാഭമുള്ള ഈ പാറക്കോറി പ്രവർത്തനം, പാറ പൊട്ടിക്കൽ, കല്ല് കൊടുക്കൽ, ഇത് സർക്കാർ മേഖല ആയിരുന്നെങ്കിൽ ഇതിൻ്റെ വരുമാനം സർക്കാരിൽ കൂടുതൽ കിട്ടില്ലേ എന്നൊരു സാധനമുണ്ട്. ഒരു സാധാരണ വീക്ഷണമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകർ ഇതിലേക്ക് വരാം. അതായത് മണൽ മാറുന്നതിനെ നമ്മൾ എതിർക്കുന്ന ഒരു പരിസ്ഥിതി വാദമുണ്ട്. അപ്പോൾ അതാണ് പരിസ്ഥിതി തീവ്രവാദം എന്ന് പറഞ്ഞ് എതിർപക്ഷത്തെ എതിർക്കുക. അതായത് വികസനം നമുക്ക് വേണം. നമുക്ക് ഉറപ്പുള്ള വീടുകളില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല, ഉറപ്പാണ്. ഇപ്പോൾ നമുക്ക് കാലഘട്ടം മാറി. ഇപ്പം മണ്ണ് വീട്ടിൽ വെച്ച് കൂടുതൽ കാലം ഉറപ്പുള്ള വീട് വേണ്ടി വരും. ഭൂകമ്പ പ്രദേശമല്ലാത്ത സ്ഥലത്ത് ഉറപ്പുള്ള വീട് വേണ്ട. അപ്പം നമ്മളെ ജീവിത രീതി മാറിയിട്ടുണ്ട്. മാറിയ സ്ഥിതിക്ക് നമുക്ക് അതിൽ നിന്ന് പിന്നോക്കം പറ്റില്ല. അപ്പം ഇത്തരം കാര്യങ്ങളെ നമുക്ക് എങ്ങനെ മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിലും എന്നാൽ പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിലും പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് അതിൽ മുന്നോട്ട് വയ്ക്കേണ്ടത്. അതെ, ഇപ്പോൾ ഈ ക്വാറികളുടെ കാര്യം പറഞ്ഞാൽ വീണ്ടും ഞാൻ മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായിട്ടുള്ള നിയമസഭാ സമിതി പറഞ്ഞ ഒരു നിയന്ത്രണത്തിലേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ ലൈസൻസുകളുമുള്ള 750ഓളം ക്വാറികൾ മാത്രം പ്രവർത്തിച്ചാൽ മതി, കേരളത്തിൻ്റെ എല്ലാ വികസനാവശ്യങ്ങളും അതുകൊണ്ട് നിറവേറ്റാൻ പറ്റും എന്നാണ്. അതിന് പാറ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്ന് ആ സമിതി പറഞ്ഞു. അതായത് വീട് വയ്ക്കുമ്പോൾ നമ്മൾ ഇന്ന് പല വീടുകളും കേരളത്തിൽ ശ്രദ്ധിച്ചാലറിയാം, താമസിക്കാനല്ല വീട് വയ്ക്കുന്നത്, ആഡംബരം കാണിക്കാനാണ്. അയൽവക്കത്തെ ഒരാൾ ഒരു വീട് വെച്ചാൽ അതിനേക്കാൾ വലിയ വീട് വെച്ചാൽ ഞാൻ വലിയവനായി എന്നുള്ള ഒരു ചിന്ത ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ആയുധ പന്തയമുണ്ടല്ലോ, ഏതാണ്ട് ആ ഒരു ലെവലിലേക്ക് വീട് വയ്പ്പിൻ്റെ ഒരു ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ കണ്ടമാനം വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. പണം നിക്ഷേപിക്കാനുള്ള ഒരു മാർഗമായിട്ട് ആളുകൾ വീട് വയ്പ്പ് കാണുന്ന ആ ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ഈ വീട് വയ്പ്പ് അതിൻ്റെ വലിപ്പത്തിൽ നിയന്ത്രണം വേണം. അതുപോലെ തന്നെ വീടിന് ചുറ്റും ടൈൽസ് കൊണ്ടിങ്ങനെ നിരത്തുക, അപ്പോൾ അതാണ് സ്റ്റൈൽ എന്ന് വിചാരിക്കുന്ന ആ പ്രവണത ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാനുള്ള ഒരു കാരണം കൂടിയാണ്. അതുപോലെ തന്നെ പാറ ഉൽപ്പന്നങ്ങൾക്ക് അതുവഴി കൂടുതൽ ചിലവ് വരുന്നു, അതിന് നിയന്ത്രണം വേണം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ മതിൽ നിർമ്മാണം. കേരളത്തിൽ 30 ലക്ഷം കിലോമീറ്റർ നീളത്തിൽ മതിലുകളുണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ കേരളത്തിൻ്റെ മൊത്തം നീളം ഏതാണ്ട് 600 കിലോമീറ്ററാണ്. അപ്പോഴാണ് കേരളത്തിലെ വീടുകൾക്ക് ചുറ്റുമുള്ള മതിലിൻ്റെ നീളം 30 ലക്ഷം കിലോമീറ്റർ. മതിലുകളില്ല നടക്കും. നമ്മൾ അതിർത്തി പ്രശ്നമുള്ള അതിർത്തി അങ്ങനെ ഒരു ആഭ്യന്തര സുരക്ഷ നമുക്ക് അടച്ചിടാതെ പോകാൻ പറ്റില്ലല്ലോ വീട്. അപ്പോൾ ഈ മതിലുണ്ടായാൽ സുരക്ഷിതമായി എന്നാണ് നമ്മുടെ വിചാരം. അപ്പോൾ അത് കേരളത്തിലാണ് ഇങ്ങനെ ഇത്രത്തോളം മതിലുകൾ. ഈ മതിലുകൾക്ക് യഥാർത്ഥത്തിൽ നിയന്ത്രണം വേണം. എന്തുമാത്രം പ്രകൃതി വിഭവങ്ങളാണ് മതിലുകൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്നത്. ഈ മതിലുകൾ കള്ളന്മാർക്ക് പ്രശ്നമൊന്നുമല്ല, അവർ മതിൽ ചാടി വന്നുകൊണ്ട്.
മാന്യന്മാരെ ചെറുക്കാൻ കൊള്ളാം മതിൽ, നീ ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ എന്തായാലും ഈ മതിലിന് വേണ്ടി, അപ്പോൾ ഇത് നമ്മുടെ ഈ പരിസ്ഥിതി പ്രവർത്തകനായ ജോൺ പെരുവന്താനമാണ് ഇങ്ങനെ ഒരു കണക്ക് പറഞ്ഞത്. 30 ലക്ഷം കിലോമീറ്റർ നീളത്തിൽ മതിലുകൾ. അദ്ദേഹം ഈ രംഗത്തെ ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ ഒരു കണക്ക്, ഈ 30 ലക്ഷം കിലോമീറ്റർ നീളത്തിൽ മതിൽ എന്നൊരു കണക്ക് കണ്ടുപിടിച്ചത് ആരാണ്, എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത്, കേരളത്തിലെ മൊത്തം വീടുകളിൽ പകുതി മതിലില്ല എന്ന് വിചാരിക്കുന്നു. ബാക്കി വീടുകൾക്ക് 5 സെൻറ്റും മതിലും എന്നൊരു സാങ്കല്പിക കണക്ക് വെച്ചാണ് ഇത് എടുത്തത്. അങ്ങനെ 30 ലക്ഷം കിലോമീറ്റർ നീളത്തിൽ മതിലുണ്ട് എന്നൊരു കണക്കുണ്ടാക്കി. അപ്പോൾ ഇതിനു വേണ്ടി എന്തുമാത്രം പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നു എന്നാലോചിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് നാളത്തെ തലമുറയ്ക്ക് വേണ്ടി കൂടി ഉപയോഗിക്കേണ്ടതാണ് ഈ പ്രകൃതി വിഭവം എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ റോഡുണ്ടാക്കുമ്പോൾ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ മുതൽ അത് പൊളിയാൻ തുടങ്ങുന്ന വിധത്തിൽ റോഡുണ്ടാക്കിയാൽ എന്തുമാത്രം വിഭവങ്ങൾ അവിടെ പാഴാവുന്നു. അപ്പോൾ അതിലും വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് 20 വർഷമൊക്കെ സുഖമായിട്ട് ചെറിയ മെയിൻ്റനൻസോടുകൂടി 20 വർഷമൊക്കെ സുഖമായിട്ട് നിലനിൽക്കുന്ന റോഡുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ വെള്ളനാട് ചെറ്റച്ചൽ റോഡ് ശ്രദ്ധിച്ചാൽ 13 വർഷത്തേക്കാണ് ആ റോഡിൻ്റെ വാറൻറ്റി ഉള്ളത്. ഇപ്പോൾ അത് നിർമ്മിച്ചിട്ട് ഏതാണ്ട് 7 വർഷം എന്തോ ആയി. അപ്പോൾ ഇനിയും 6 വർഷം യാതൊരു കുഴപ്പവും നിലവിലില്ല. ഇപ്പൊ അത് റീടാർ ചെയ്തിരിക്കുന്നു. ഇനി അത് ഒരു പരുക്കുമില്ലാതെ 13 വർഷം ഓടും. വീണ്ടും ചില അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ 20 വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ ആ റോഡ് നിലനിൽക്കുമെന്നുള്ളതാണ് സാങ്കേതികവിദ്യ, ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കാനും. അതെ, നമുക്ക് ഇതിന് നമുക്ക് ഒരു ബദല്, നമുക്കൊരു പരിസ്ഥിതി പ്രവർത്തകരുന്നല്ലോ അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തനമല്ലോ, നമുക്ക് ഒരു ബദൽ നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ? ഈ ഉരുൾ പൊട്ടിയ ആൾക്കാർ മരണപ്പെടുന്നു, അല്ലെങ്കിൽ ഭൂകമ്പം വന്നു ചോദിക്കുന്നു, സുനാമി പോലുള്ള, അതായത് പ്രകൃതി പ്രതിഭാസങ്ങളതല്ല, ഈ പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്ന് നമുക്ക് ആളുനാശമുണ്ടാവാതെ, ഈ നഷ്ടം സംഭവിക്കാതെ നമുക്ക് എന്തൊക്കെ ബദലുകൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റും? അതെ, ഇപ്പോൾ ഇനി നമ്മുടെ സംസാരത്തിലെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ പരിഹാരമാണ്. ഇതിന് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മളാലാവുന്ന വിധം പരിഹാരം കണ്ടെത്താം എന്നാലോചിക്കുമ്പോൾ, ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് ഫലവത്തായ ഒരു ദുരന്ത നിവാരണ പ്ലാൻ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലെ പ്ലാൻ എന്ന് പറയുന്നത് 2010 തയ്യാറാക്കി, 2010 ഡേറ്റ അനുസരിച്ച് 2012 തയ്യാറാക്കി 2016 അംഗീകാരം കിട്ടി. ഒരു നിലവിലെ ദുരന്ത നിവാരണത്തിനുള്ള പ്ലാൻ 2010 ഡേറ്റ അനുസരിച്ച് 12 തയ്യാറാക്കി 16 അംഗീകാരം കിട്ടി. എത്ര കാലതാമസം എടുത്തു എന്ന് ആലോചിക്കണം. അപ്പോൾ ഒരു ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ആ ഒരു മെല്ലപ്പോക്ക് സംവിധാനം നമുക്ക് മനസ്സിലാക്കാം. ആ പദ്ധതി അനുസരിച്ചാണ് ഇപ്പോഴും ദുരന്ത നിവാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പദ്ധതി അനുസരിച്ച് ഇപ്പോൾ ഭൂകമ്പം നടന്ന മുണ്ടക്കൈയും ചൂരൽമലയും ലഘുവായ ദുരന്ത ഭീഷണിയുള്ള സ്ഥലങ്ങളായിട്ടാണ് ആ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത്. 2010 ഡേറ്റ അനുസരിച്ചുള്ള പദ്ധതി. 2018 നമുക്കൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ വീണ്ടും ഡാറ്റകളൊക്കെ സംഭരിച്ച് 2021 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാനിൻ്റെ ഗതി എന്തായി എന്ന് യാതൊരു അറിവ് ഇതുവരെ ഇല്ല. അതിന് വിവരാവകാശം കൊടുക്കണം, അതിൻ്റെ പേരിൽ നടപടി ആവശ്യപ്പെടണമെന്നൊക്കെ ചില പരിസ്ഥിതി സംഘടനകൾ വാദിക്കുന്നു. അപ്പം നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത്, ഒരു ദുരന്തം നടക്കുമ്പോൾ അപ്പോൾ കുറേ താൽക്കാലികമായ പരിഹാര ശ്രമങ്ങൾ നടക്കുന്നു, പഠനം നടക്കുന്നു, റിപ്പോർട്ടുകൾ കിട്ടുന്നു. റിപ്പോർട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടികൾ വളരെ സ്ലോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കുഴപ്പം. അപ്പം നടപടികൾ വേഗത്തിലാക്കുക, പഠനം വേഗത്തിലാക്കുക, കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളുടെ ഒരു മാപ്പ് തയ്യാറാക്കുക. ഈ മാപ്പ് തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ അത് വാർഡ് തലത്തിൽ തന്നെ തയ്യാറാക്കും. വാർഡ് തലത്തിൽ തയ്യാറാക്കുമ്പോൾ അവിടെ ഗ്രാമസഭ കൂടുകയും ജനങ്ങളുടെ മുൻപിൽ ഇത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇന്ന സ്ഥലങ്ങളൊക്കെ ഭീഷണിയാണ് എന്നവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ടുള്ള പരിഹാര നടപടികൾ അവർക്ക് കൂട്ടായി ആലോചിക്കാം. അവർക്ക് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താം. അപ്പോൾ അങ്ങനെ ദുരന്ത ഭീഷണിയുള്ള സ്ഥലങ്ങളുടെ മാപ്പ് മുൻകൂട്ടി തയ്യാറാക്കുക എന്നുള്ളതാണ്, വാർഡ് തലത്തിൽ തന്നെ തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം. മൂന്നാമതായി ചെയ്യേണ്ട കാര്യം, ഒരു ദുരന്തം വന്നാൽ ക്യാമ്പുകളിലേക്ക് മാറാൻ സർക്കാർ നിർദ്ദേശം കൊടുക്കും. ചിലർ വാശി പിടിക്കും, ഞാൻ പോകില്ല, ഇത് വലിയ ഭീഷണിയൊന്നുമല്ല, എൻ്റെ അപ്പൂപ്പനപ്പൂപ്പന്മാർ താമസിച്ച സ്ഥലമാണ്, അത് എനിക്ക് കുഴപ്പമൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്ന ആളെയും നിർബന്ധപൂർവ്വം മാറ്റാനുള്ള സംവിധാനം വേണമെങ്കിൽ അതിന് നിയമനിർമ്മാണം തന്നെ ഉണ്ടാക്കും. അതാണ് മൂന്നാമതായി പറയാനുള്ള കാര്യം. നാലാമതായി പറയേണ്ട കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമാണ്. ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒരു കാരണവശാലും പുതിയ വീടുകൾക്ക് അംഗീകാരം കൊടുക്കാൻ പാടില്ല. അത് കടൽ തീരത്തായാലും മലയോരത്തായാലും ദുരന്ത ഭീഷണി ഉണ്ട് എന്ന് തോന്നിയാൽ അനുവാദം കൊടുക്കരുത്. അങ്ങനെ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മേധാവികൾ അതിന് ഉത്തരം പറയണം. ആ തരത്തിലേക്ക് കർശനമായ നിയമം വരണം. അഞ്ചാമതായി ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവർ ചെയ്ത നടപടിയായിട്ട് ഇന്നലെ പത്രത്തിൽ വന്ന കാര്യം, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ അതുപോലെ അതിൻ്റെ ഭീഷണിയൊക്കെ മനസ്സിലാക്കി മുൻകരുതലെടുക്കാൻ ഒരു മൊബൈൽ ആപ്പ് അതുപോലെ തന്നെ വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായ ആധുനിക രീതിയിൽ ഉപയോഗിക്കാം. അതെ, അത് ഇന്നലെയോ ഇന്നത്തെയോ പത്രത്തിലുണ്ട്. ഇന്നലത്തെ പത്രമാണെന്ന് തോന്നുന്നു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിപാടിയാണ്. അപ്പോൾ അത് വ്യാപകമാക്കണം. അങ്ങനെയുള്ള പരിപാടി അതും ദുരന്തം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ആറാമതായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്ന കാര്യം, ഈ പ്രകൃതിയെ അതിരുവിട്ട് ചൂഷണം ചെയ്യാത്ത സുസ്ഥിര വികസന മാതൃക. എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് സുസ്ഥിര വികസന മാതൃക. തൽക്കാല ലാഭം മാത്രം നോക്കിക്കൊണ്ടുള്ള വികസനമാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ അതല്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായി ഇനിയെങ്കിലും മാറണം. പ്രത്യേകിച്ച് പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, കേരളത്തിൽ വെള്ളപ്പൊക്കം പ്രകൃതി ദുരന്തമാണ്, ഭീഷണിയായി നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ, പിന്നെ കടൽ ആക്രമണം, ഇത് മൂന്നും പ്രധാന ഭീഷണിയായിട്ട് സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യവും 21 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൽ ഈ 3 കാര്യവും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് അറിഞ്ഞുകൂടാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സുസ്ഥിര വികസന മാതൃക കേരളം സ്വീകരിക്കണം, ഇനിയെങ്കിലും സ്വീകരിക്കണം എന്നുള്ളതാണ് ആറാമതായി ഞാൻ പറയുന്ന കാര്യം. ഏഴാമതായി പറയുന്ന പരിഹാര മാർഗം എന്ന് പറയുന്നത്, അതാണ് ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും പ്രധാനം, ആഗോളതാപനം ചെറുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ അതിവൃഷ്ടിക്ക് ഏറ്റവും പ്രധാന കാര്യമെന്ന് പറയുന്നത് കാലാവസ്ഥാ മാറ്റമാണ്. കാലാവസ്ഥാ മാറ്റത്തിൽ സംഭവിച്ചിരിക്കുന്നത് ആഗോളതാപനമാണ്. ഈ ആഗോളതാപനത്തെ 2023 നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം ഈ അവസരത്തിൽ പ്രത്യേകം നമ്മൾ ഓർക്കണം. അദ്ദേഹം പറഞ്ഞത് ആഗോളതാപനത്തിൻ്റെ കാലം കഴിഞ്ഞു എന്നാണ്. ഇനിയിപ്പോൾ ഉള്ളത് ഗ്ലോബൽ ബോയിലിങ്ങിൻ്റെ കാലമാണിത് എന്ന് അദ്ദേഹം കഴിഞ്ഞ വർഷം പറഞ്ഞ അത് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അതായത് ഈ ആഗോളതാപനത്തിൻ്റെ ദുരന്തം എന്ന് പറയുന്നത് എണ്ണിയാലൊടുങ്ങാത്തതാണ്. ഒരു വാക്കിലോ 2 വാക്കിലോ പറഞ്ഞാൽ തീരില്ല. ഇപ്പോൾ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകി ജലനിരപ്പ് ഉയരുകയും അതുപോലെ തന്നെ കടലാക്രമണ ഭീഷണി, ഇന്ത്യയുടെ അല്ല കേരളത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് കംപ്ലീറ്റ് തീരപ്രദേശമാണ്. അപ്പോൾ ഈ കടലാക്രമണം വന്നാൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന പ്രദേശമാണ് ഈ തീരപ്രദേശം. ഈ ജനങ്ങൾ എങ്ങോട്ട് പോകും? കൊച്ചി ഒന്നും ഇനി കാണില്ല, തമിഴ്നാട്ടിലെ ചെന്നൈ, ഇതെല്ലാം അതിവേഗം വെള്ളത്തിൻ്റെ അടിയിലാവാൻ പോവുക. അതുപോലെയാണ് ഈ അറബിക്കടൽ ചൂട് പിടിക്കുമ്പോഴുള്ള വേറൊരു പ്രശ്നം. ചൂട് പിടിക്കുമ്പോൾ മീനുകൾ തണുപ്പ് ഉള്ള പ്രദേശത്തേക്ക് പലായനം ചെയ്യും. ഈ മീൻപിടുത്തക്കാരെങ്ങനെ ജീവിക്കും? അത് വേറൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അറബിക്കടലിൽ അടിക്കടി ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നു. പലതും കര തൊടാതെ പോകുന്നത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ കണ്ടമാനം ചുഴലിക്കാറ്റുകൾ അറബിക്കടലിൽ രൂപം കൊണ്ടിരിക്കുന്നു. പിന്നെ
ഈ കാലാവസ്ഥാ മാറ്റം കൊണ്ട് മനുഷ്യന് പുതിയ പുതിയ രോഗങ്ങൾ, ഈ എന്താണ് വൈറസുകളുടെ മ്യൂട്ടേഷനുകൾ, അങ്ങനെ WHO പറഞ്ഞിട്ടുണ്ട് ആഗോളതാപനം അടുത്ത ആഗോള ആരോഗ്യ പ്രശ്നമാണെന്നാണ്. അതെ. അതുപോലെ ഒരു ഭാഗത്ത് പ്രളയമെങ്കിൽ വേറൊരു ഭാഗത്ത് വരൾച്ച, നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട്. പിന്നെ അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ട് ഈ പാരീസ് ഉച്ചകോടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 2040 ലോകരാജ്യങ്ങളെല്ലാം ഈ കാർബൺ എമിഷൻ്റെ കാര്യത്തിൽ നെറ്റ് സീറോ ആക്കണം എന്നുള്ളത്. 2040 അവരുണ്ടാക്കുന്ന കാർബൺ എമിഷൻ നെറ്റ് സീറോയിൽ എത്തണം. എന്താണ് ഈ നെറ്റ് സീറോ എന്ന് ചോദിച്ചാൽ, അവർ എത്രത്തോളം കാർബൺ എമിറ്റ് ചെയ്യുന്നു അത്രത്തോളം കാർബൺ സ്വീകരിക്കാൻ ഉള്ള പദ്ധതികൾ അവർ ആവിഷ്കരിക്കണം. ഇപ്പം 100 ടൺ കാർബൺ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ 100 ടണ്ണും അബ്സോർബ് ചെയ്യണം. അബ്സോർബ് ചെയ്യാൻ പറ്റിയതെന്ന് പറയുന്നത് അവിടുത്തെ മരങ്ങൾ, അവിടുത്തെ സ്വാഭാവികമായ കാലാവസ്ഥ. അപ്പോൾ ധാരാളം മരങ്ങൾ നമ്മൾ നടേണ്ടി വരും. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ പുറത്ത് വിടുന്നുണ്ട് എങ്കിൽ കാർബൺ പ്രത്യേകിച്ച് അരിച്ച് മാറ്റി കാർബൺ ഡൈ ഓക്സൈഡ് ആവാതെ വിടാനുള്ള സംവിധാനം അവർ പുതുതായിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നെറ്റ് സീറോയിൽ എത്തിക്കണം എന്നാണ് പാരീസിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടി ലോകരാജ്യങ്ങളെ ആഹ്വാനം ചെയ്തത്. അപ്പോൾ ഇന്ത്യ അതിനുവേണ്ടി സ്വീകരിച്ചിരിക്കുന്ന പല നടപടികളും ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് 2030 ഞങ്ങൾ ഫോസിൽ ഇന്ധനങ്ങളുടെ കത്തിപ്പ് കുറയ്ക്കും, ഫോസിൽ ഇതര ഊർജ സംവിധാനങ്ങൾ ഞങ്ങൾ 45% വരെ കൊണ്ടെത്തിക്കും എന്നാണ്. അപ്പോൾ അതിനുള്ള നടപടിയായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ പുരപ്പുറ സോളാർ പദ്ധതികൾ ഇന്ത്യയിലാകമാനം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വേറെ എന്ത് പദ്ധതി ഉണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമ്പർ 1 കൽക്കരിയാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഏതാണ്ട് 60-65% കൽക്കരിയിൽ നിന്നുമാണ്. നമ്മളിവിടെ വാഹനങ്ങൾ കറണ്ടിൽ ഓടിക്കുന്നു എന്ന് പറയുമ്പോൾ കാര്യമില്ല, ഇത് എവിടെ നിന്ന് എടുക്കുന്നു? അതെ, വൈദ്യുതി ഉണ്ടാക്കുന്നത് താപമാണ്. അതെ. അപ്പോൾ അതൊക്കെ കുറച്ചുകൊണ്ട് 45% ഞങ്ങൾ പാരമ്പര്യേതര ഊർജങ്ങൾ സ്വീകരിക്കും എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. 2040 നെറ്റ് സീറോയിലെത്തണം എന്ന് പറയുമ്പോൾ ഇന്ത്യ പറയുന്നു ഞങ്ങൾക്കത് കഴിയില്ല, ഞങ്ങൾ 2070 എത്താം. ഒരു പ്രായോഗിക അഭിപ്രായം പറഞ്ഞാണ്. അതെ. ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ നടത്തുന്ന ചൈന പറയുന്നു ഞങ്ങൾ 2060 എത്താം. അതേസമയം അമേരിക്കയും മറ്റ് ചില യൂറോപ്യൻ കൺട്രീസും ഒക്കെ ഞങ്ങൾ 40 എന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അവർ 40 എത്താമെന്ന് സമ്മതിച്ചാൽ അവർക്ക് അതിന് പര്യാപ്തമായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകളും സംവിധാനവും പൈസയൊക്കെ അവർക്കുണ്ട്. അതാണ്, അതുകൊണ്ട് അവരത് ചെയ്യുന്നു. വിസ്തൃതിയുണ്ട്. അതെ, നമ്മുടെ രാഷ്ട്രം അങ്ങനെയല്ലല്ലോ. ഈ പാരീസ് ഉച്ചകോടിയിൽ തന്നെ ഈ നെറ്റ് സീറോയിൽ എത്തിക്കാൻ വേണ്ടി ദരിദ്ര രാജ്യങ്ങളെയും വികസ്വര രാജ്യങ്ങളെയും വികസിത രാജ്യങ്ങൾ സഹായിക്കണം എന്നൊരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് $100 ബില്യൺ വികസിത രാഷ്ട്രങ്ങൾ വികസ്വര രാജ്യങ്ങൾക്ക് കൊടുക്കണം എന്നാണ് കരാർ. അപ്പോൾ നേരത്തെ ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി, കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പിന്മാറി. ബൈഡൻ വന്നപ്പോൾ വീണ്ടും ആ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിലവിലെ അവസ്ഥ. ഈ നൂറ്റാണ്ടിൽ ആഗോളതാപനം 1.5 ഡിഗ്രിയിൽ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് ഐക്യരാഷ്ട്രസഭ പല ഘട്ടങ്ങളിലായി ലോകരാജ്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ 1.5 ഡിഗ്രി? 1.5 ഡിഗ്രി എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലെ ശരാശരി ചൂടാണ്. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിലൊക്കെ -45, -50 ഡിഗ്രി വരെയൊക്കെ തണുപ്പുണ്ട്. അതേസമയം നമുക്കിവിടെ +45, 50 ഡിഗ്രി വരെയൊക്കെ ചൂട് പലയിടത്തും എത്തുകയും ചെയ്യും. ഇതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. വ്യവസായവൽക്കരണത്തിന് മുൻപ് നമ്മുടെ ഭൂമിയുടെ ശരാശരി താപനില എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. വ്യവസായവൽക്കരണത്തോടുകൂടി ഈ 15 ഡിഗ്രി എന്നുള്ളത് ഉയരാൻ തുടങ്ങിയത് ശാസ്ത്രലോകം ശ്രദ്ധിക്കുകയും ഇതുകൊണ്ട് ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. അത് 16.5 ഡിഗ്രി എങ്കിലും കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിലവിൽ 16 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 40 അത് 16.5 കഴിയാൻ എല്ലാ സാധ്യതയുമുണ്ട്.
അപ്പോൾ അത് കഴിയരുതെന്ന് പറഞ്ഞാണ് ഐക്യരാഷ്ട്ര സംഘടന ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇത് സർക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ വ്യക്തിയും ഇക്കാര്യത്തിൽ കാർബൺ എമിഷൻ ഉണ്ടാകാത്ത തരത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഓരോ വ്യക്തിക്കും ഇതിൽ ഇടപെടാനും പ്രവർത്തിക്കാനും ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. നമുക്കിത് അവസാനിക്കാമെന്ന് തോന്നുന്നു. നമ്മൾ ചെറിയൊരു സംഭാഷണമാണ് ചെയ്തത്. അതുപോലെ കേരളം പോലെ ഒരു ചെറിയൊരു പ്രദേശത്ത് ഇങ്ങനെ അടുക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ വികസനത്തെയും ബാധിക്കും എന്നാണ്. അതായത് ആധുനിക കാലത്ത് മനുഷ്യൻ സന്തോഷപ്രദമായി ജീവിക്കുന്നതിന് ഇതൊക്കെ തടസ്സങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പരിസ്ഥിതി പ്രവർത്തകരും രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ഒന്നിച്ച് ഈ പറയുന്നുള്ള ബദലുകൾക്ക് വേണ്ടി ചർച്ച ചെയ്യണം. ബദലുകൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടണം. ഒരു ദുരന്തം വരുമ്പോഴാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. അത് നല്ലതാണ്. പക്ഷേ അല്ലാതെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ച് കൂടി ഈ ചർച്ച ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും സഹായിക്കേണ്ടതുമാണ്. അപ്പോൾ ദുരന്തം വന്നപ്പം സിനിമാ നടന്മാർ സഹായിക്കുന്നുണ്ട്, സാമൂഹിക പ്രവർത്തകർ സഹായിക്കുന്നുണ്ട്. അത് അങ്ങനെ ദുരന്തം വരാതിരിക്കാൻ വേണ്ടിയുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഉള്ളൂ. പ്രകൃതി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. പ്രകൃതി മാറ്റങ്ങളിലൂടെയാണ് പലതും മനുഷ്യൻ പല പല വികസനങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഇനിയും മാറും. അപ്പം പ്രകൃതിയെ അതിജീവിച്ചുകൊണ്ട് അങ്ങനെ അതിനോട് ചേർന്നുകൊണ്ട് പ്രകൃതിയെ നോവിക്കാതെ തന്നെ നമുക്ക് വികസിച്ചും ആധുനിക രീതിയിൽ മുന്നേറാൻ നമുക്ക് കഴിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാറേ, നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ശരി, നന്ദി, നമസ്കാരം. ശരി, നന്ദി.